നമസ്കാരം. ഇറാന് മുകളിൽ പറന്നുകൊണ്ടിരുന്ന അമേരിക്കയുടെ അത്യാധുനിക F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിന് വെടിയേറ്റു. ഇതാദ്യമായിട്ടാണ് ഈ യുദ്ധത്തിൽ ഒരു അമേരിക്കൻ വിമാനത്തിന് നേരെ ഇറാൻ വിജയകരമായി ആക്രമണം നടത്തുന്നത്. തകരാർ സംഭവിച്ച വിമാനം മിഡിൽ ഈസ്റ്റിലെ ഒരു US താവളത്തിൽ അടിയന്തരമായി ഇറക്കിയിട്ടുണ്ട്. പൈലറ്റ് സുരക്ഷിതനാണ്. ഇറാന്റെ ദക്ഷിണ പാഴ്സ് ഗ്യാസ് ഫീൽഡ് ഇസ്രായേൽ ആക്രമിച്ചതിനു പകരമായി ഇസ്രായേലിലെ ഹൈഫ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാൻ മിസൈൽ വർഷിച്ചു. ആക്രമണത്തിൽ പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് വിവരം. ഇസ്രായേലിനെ സഹായിക്കുന്നു എന്നാരോപിച്ച് ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങളെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഖത്തറിലെ റാസ് ലഫാൻ ഗ്യാസ് പ്ലാന്റിന് നേരെയും ആക്രമണം സംഭവിച്ചിരുന്നു. ഗ്യാസ് ഫീൽഡുകൾക്കും എണ്ണ ശുദ്ധീകരണശാലകൾക്കും നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $115 മുകളിലെത്തി. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ നയതന്ത്ര യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. 12 ഗൾഫ്, അറബ്, ഇസ്ലാമിക് രാജ്യങ്ങൾ ഇറാനെതിരെ എടുത്ത നിലപാടിനെ തള്ളിക്കൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. തങ്ങളുടെ രാജ്യത്തിനെതിരായ നീക്കങ്ങൾ ഏകപക്ഷീയമാണെന്നും മേഖലയിലെ യഥാർത്ഥ ശത്രുക്കളെ തിരിച്ചറിയണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അയൽ രാജ്യങ്ങൾക്ക് തങ്ങളുടെ മണ്ണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും സൈനിക ആവശ്യങ്ങൾക്കായി വിട്ടു നൽകുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ആക്രമണങ്ങൾക്ക് സൗകര്യം ഒരുക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും ഇസ്രായേൽ നടത്തുന്ന കുറ്റകൃത്യങ്ങളിൽ തുല്യ പങ്കാളികളാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി. അതേസമയം മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിനു ശേഷം ഇറാന്റെ വിവേചനരഹിതമായ ആക്രമണങ്ങളെ യൂറോപ്യൻ കൗൺസിൽ അപലപിക്കുകയും സംഘർഷം കുറയ്ക്കാനും പരമാവധി സംയമനം പാലിക്കാനും ആവശ്യപ്പെട്ടു. മനുഷ്യനഷ്ടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ കൗൺസിൽ ഖേദം പ്രകടിപ്പിച്ചു. യുദ്ധം മൂലമുണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. മേഖലയിലെ അംഗരാജ്യങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് കൗൺസിൽ വ്യക്തമാക്കി. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളെക്കുറിച്ച് UK-യുമായി ചർച്ച തുടങ്ങാനുള്ള സൈപ്രസിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കണമെന്നും ആവശ്യമായ സഹായം നൽകുമെന്നും കൗൺസിൽ അറിയിച്ചു. ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാൻ അനുവദിക്കില്ലെന്ന് യൂറോപ്യൻ കൗൺസിൽ ആവർത്തിച്ചു. ആണവ വ്യാപന നിരോധന കരാർ പ്രകാരമുള്ള നിയമപരമായ ബാധ്യതകൾ ഇറാൻ പാലിക്കണമെന്നും പ്രസ്താവനയിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യാപകമായ ആക്രമണം നടത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിനെയും ആക്രമിച്ച് ഇറാനും പക തീർത്തത്. അതേസമയം ഇനിയും ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥ തുടരുമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകുകയാണ് ഇസ്രായേലും അമേരിക്കയും. പിടിച്ചു നിൽക്കുന്നതിനുള്ള പരമാവധി ശ്രമം ഇറാനും നടത്തുന്നുണ്ട്.